ബി അശോക് IAS കൃഷി വകുപ്പിൽ നിന്ന് വീണ്ടും മാറ്റി സംസ്ഥാന സർക്കാർ. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് പുതിയ നിയമനം. നേരത്തെ അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ശരിക്കും ഇത്തരമൊരു ട്രാൻസ്ഫർ കോടതിയുടെ വിധിയുടെ ലംഘനമായിട്ട് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചില സംസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലെങ്കിലും വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു. ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൃഷിവകുപ്പിൽ നിന്ന് തെറിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ഈ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ്. ഉത്തരവിൽ പറയുന്നത് സെപ്റ്റംബർ 17 മുതൽ സ്ഥലം മാറ്റം പ്രാബല്യത്തിൽ വരും എന്നുള്ളതുമാണ്. അത് വിചിത്രമായൊരു നീക്കമായി നമുക്ക് കാണാനും കഴിയും. അശോകിന് പകരം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിച്ച ടിങ്കു ബിസ്വാളിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അശോകും സംസ്ഥാന സർക്കാരും തമ്മിൽ ചില ഇടഞ്ഞു നിൽക്കൽ സ്വഭാവത്തിലാണ് അവർ തമ്മിലുള്ള കാര്യങ്ങൾ പോകുന്നത്. ഈ കേര പദ്ധതിക്കായി കൃഷിവകുപ്പിന് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ അത് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കിയ അശോകിനെ പദവിയിൽ നിന്ന് മാറ്റിയത് അന്ന് വലിയ വിവാദമായിരുന്നു. വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ കൃഷിവകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അശോകിന് സ്ഥാനചലനവും ഉണ്ടായത്. തുടർന്ന് അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ തൻ്റെതായ ഭാഗം പറയുകയും അക്കാര്യത്തിൽ ചില അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റുന്നു എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും അതൊരു വൈരാഗ്യ നടപടി എന്ന രീതിയിൽ തന്നെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയവും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.